നമസ്കാരം. ഈ വെള്ളാപ്പള്ളി നടേശൻ ഒരു നിമിഷം പോലും അദ്ദേഹത്തെ SNDP-യുടെ ആ മഹനീയമായ ആ സ്ഥാനത്ത്, ശ്രീനാരായണ ഗുരുവിൻ്റെ സ്ഥാനത്ത് ഇരിക്കാൻ അർഹനല്ല. അയാളെ ഈ സമുദായം, ഈ ഈഴവ സമുദായം എല്ലാവരും കൂടി ചേർന്ന് അയാളെ അവിടെ നിന്ന് പുറത്താക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അദ്ദേഹം എന്ത് പോക്കൃത്തരവും കാണിക്കും. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞത്. ഒരു സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയല്ലേ മറ്റൊരു സമുദായത്തെ ഇത്ര അധിക്ഷേപിച്ചുകൊണ്ട് മലപ്പുറത്തുകാർ എല്ലാം മുസ്ലിങ്ങൾ ആണ് എല്ലാം നേടിയെടുക്കുന്നത്, ഇവർക്ക് ആർക്കും ഒന്നും കൊടുക്കുന്നില്ല, മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് വിദ്വേഷം പരത്തിക്കൊണ്ട്, ഈ വിദ്വേഷം ഹേറ്റ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഉടനെ അദ്ദേഹത്തിൻ്റെ പേര് കേസെടുക്കണം. ഇവിടെ ഒരു സർക്കാരില്ലേ, ഒരു സാധാരണക്കാരനാണ് ഇങ്ങനെ ഹേറ്റ് സ്പീച്ച് നടത്തിയിരുന്നെങ്കിൽ എന്താ സംഭവിച്ചതിന് കേരളത്തിൽ? എന്തോ പുള്ളി പറയുന്നത്? അദ്ദേഹം ഏത് സ്ഥാനത്ത് അദ്ദേഹം ഇരിക്കുന്നത്? ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന ഒരു വലിയൊരു വഴികാട്ടി, എല്ലാവരാലും സ്നേഹിക്കപ്പെടുന്ന ഒരു ഗുരു. അദ്ദേഹം ജാതി എന്താന്ന് ജാതി നിഷ്കാസനം ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തി. അതുകൊണ്ടാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് അദ്ദേഹം. എന്നിട്ട് അദ്ദേഹത്തോട് ഒരു പ്രാവശ്യം ട്രെയിനിൽ എന്തോ വെച്ച് ആരോ ചോദിച്ച് താങ്കളുടെ ജാതി എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞ് ആളിനെ കണ്ടാൽ മനസ്സിലാകത്തില്ല, പിന്നെ പേര് പറഞ്ഞാൽ ജാതി പറഞ്ഞാൽ ഇങ്ങനെ മനസ്സിലാവും എന്തോ ജാതി എന്ന് പറഞ്ഞ് കളിയാക്കി തിരിച്ചു പറഞ്ഞൊരു വ്യക്തിയാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇരുന്ന സ്ഥാനത്ത് ഒരു നിമിഷം പോലും ഇങ്ങനെ ഇരിക്കാൻ അർഹനല്ല. കാരണം ഇങ്ങനെ കാണിക്കുന്ന അക്രമം, ആര് ഭരണത്തിൽ വന്നാലും അവരെ സൈസാക്കി അയാളെ കാര്യങ്ങളെല്ലാം നേടിയെടുത്ത് എത്രയോ എയ്ഡഡ് സ്കൂൾസും കോളേജസും ഈ ഏഴവർക്കുണ്ട്. മലപ്പുറത്തെ പറ്റി ഇങ്ങനെ പറയാൻ എന്താ അർഹത ഇരിക്കുന്നു? ഇത്രയും മലപ്പുറത്ത് കുറച്ച് മുസ്ലിങ്ങൾ കൂടിപ്പോയി എന്ന് പറഞ്ഞ് ഇപ്പം തൊടുപുഴയിൽ ചെന്നാൽ അല്ലെങ്കിൽ കോട്ടയത്ത് ചെന്നാൽ അവിടെ ക്രിസ്ത്യാനികളല്ലേ കൂടുതൽ. ഇങ്ങനെ പറയാൻ കൊള്ളാമോ? ഒരു നിമിഷം പോലും ഇങ്ങനെ അവിടെ ഇരുത്താൻ പാടില്ല. കാരണം അങ്ങേര് ഇത് പറയുന്നതെല്ലാം ഒന്നുകിൽ BJPയുടെ ഒരു ഗുഡ് ബുക്സിൽ കയറാനായിട്ട്, എന്ന് വെച്ചാൽ അയാളെ പേര് അത്രയും കേസുകളുണ്ട്, അയാളുടെ പേര് മൈക്രോ ഫൈനാൻസും ഇതും എല്ലാം അകത്താവുന്ന രീതിയിലാണ് അയാൾ നിൽക്കുന്നത് പോലും. അപ്പം ആരെ പ്രീതിപ്പെടുത്താനാണ്? ഈ BJP പ്രീതിപ്പെടുത്താനല്ലേ ഇതിങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ അദ്ദേഹത്തിന് ഇത് പറയാനുള്ള എന്ത് അർഹത ഇരിക്കുന്നത്? ഞാൻ അങ്ങേരോട് നേരിട്ട് ചോദിക്കുക, അങ്ങനെ ഒരു നിമിഷം പോലും അവിടെ സ്ഥാനത്തിരിക്കുന്നത്, അല്ലെ അയാളെ വെളിയിലാക്കണം, അല്ലെ അയാളെ വരെ കേസെടുക്കണം. ഞാൻ ചോദിക്കട്ടെ, ഈ എയ്ഡഡ് സ്കൂൾസ് ആൻഡ് കോളേജസ് ഇങ്ങനെ വലിയ ആളിനെ കണക്ക് വന്നുകൊണ്ട് കുറച്ച് ആളിന് മുമ്പ് ഏഷ്യാനെറ്റിലേക്ക് വന്നതെന്ന് പറഞ്ഞല്ലോ, എയ്ഡഡ് സ്കൂൾസിലെ എല്ലാ നിയമനങ്ങളും അനധ്യാപക നിയമനങ്ങളെല്ലാം ഞങ്ങൾ PSCക്ക് വിടാൻ പോവുകയാണ്. എത്ര വർഷം ഇങ്ങനെ പറഞ്ഞിട്ട് ഒരെണ്ണം വിട്ടു? അതോ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് 14 യുവജനക്ഷേമകാര്യ സമിതിയുടെ റിപ്പോർട്ട്. അതെന്ന് പറയുന്നത് അധസ്ഥിതരായ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയായ ഈ ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബിന് വേണ്ടിയുള്ള ഒരു ഉന്നമനത്തിന് വേണ്ടിയുള്ള റിപ്പോർട്ട്. അത് പിണറായി സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്നതാണ്. അത് VU രാജേഷ് ആയിരുന്നു എൻ്റെ ചെയർമാൻ. എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന പച്ച കൊള്ളയാണ് ഈ എയ്ഡഡ് സ്കൂൾസിൽ ഈ മാനേജ്മെൻറ്റുകാർ നടത്തുന്നതെന്ന്. അതിൽ ഫസൽ ഗഫൂറിനും എല്ലാം നല്ല പങ്കുണ്ട്. എന്തോ ഞാനിത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്, ഇത് 14 യുവജനക്ഷേമകാര്യ സമിതി റിപ്പോർട്ട് എല്ലാവർക്കും കിട്ടും, നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി. അതിനകത്ത് ഏതാണ്ട് ടീച്ചർമാർ എടുത്തിരിക്കുന്ന കോഴ കൊടുത്ത്, എല്ലാവർക്കും അറിയാമല്ലോ കോഴ കൊടുക്കാൻ അതിനകത്ത് കയറാൻ പറ്റത്തില്ലെന്ന്. അവർ കയറിയെന്നു ഏതാണ്ട് 1 ലക്ഷത്തോളം ടീച്ചർമാർ പഠിപ്പിക്കുന്നു ഈ എയ്ഡഡ് സ്കൂൾസിൽ. അതിൽ ഒരു ദളിതനെ എടുത്തിട്ടില്ല. എന്നിട്ട് ഇയാൾ വന്നിരുന്നുകൊണ്ട് ജാതി പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. നോക്ക്, ട്രിവാൻഡ്രം എത്ര, 1, 2 ഫീമെയിൽ ഇല്ല. നോക്ക്, ഇതെല്ലാം നോക്ക്. നിങ്ങൾ എടുത്തു വെച്ച് നോക്കണമെന്ന്. ഇതൊക്കെ 14 യുവജനക്ഷേമകാര്യ സമിതി റിപ്പോർട്ട് നടിച്ചാൽ മതി. 14 നിയമസഭ യുവജനക്ഷേമകാര്യ സമിതി റിപ്പോർട്ട് നടിച്ചാൽ മതി, നിങ്ങൾക്ക് കിട്ടും. 1 ലക്ഷം ടീച്ചർമാരെ പഠിപ്പിക്കുന്ന ഒരു ദളിതനില്ലെന്ന്. തിരുവനന്തപുരത്ത് ഒരു ദളിതനാണ്. തിരുവനന്തപുരത്ത് ഒരാൾ, കൊല്ലത്ത് ഒരാൾ, ഫീമെയിൽ 1, പിന്നെ ആലപ്പുഴയിൽ 5, പിന്നെ ഫീമെയിൽ സ്ത്രീകൾ 1, കോട്ടയത്ത് ഫീമെയിൽ ഇല്ല, ആണുങ്ങൾ 1. ഇങ്ങനെയാണ് വന്നിരിക്കുന്ന ലിസ്റ്റുകൾ. ഇതെന്ന് പറയുന്നത് ഗവൺമെൻറ് പ്രസിദ്ധീകരിച്ച ലിസ്റ്റാണ്.
എന്നിട്ട് ഇയാൾക്ക് നാണമുണ്ടോ? ഇയാൾക്ക് ഹൈബുണ്ടോ ഇയാൾക്ക് ഇങ്ങനെ പറയാൻ? ഈ ഈ ഈ ഈ കൊള്ള മൊത്തം നടക്കുന്നത്. എന്നിട്ട് വീണ്ടും ഞങ്ങൾക്ക് എയ്ഡഡ് സ്കൂളുകൾ തരാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് മലപ്പുറത്ത് തന്നില്ല മാറി. ഞങ്ങൾക്ക് മലപ്പുറത്ത് തന്നില്ല. മലപ്പുറത്ത് ഉണ്ടാക്കാത്തതിൻ്റെ കുഴപ്പമായ കൊള്ള ബാക്കിയുള്ളിടത്തെല്ലാം ആലും കഴിഞ്ഞ് എത്ര എയ്ഡഡ് സ്കൂൾസ് ഉണ്ട്. ഇയാളിരുന്ന് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയല്ലേ. അതിനല്ലേ ഇയാൾക്കെതിരെ ഗോപാലനും ഈഴവരെല്ലാം കൂടെ ചേർന്ന് ഇയാളെ തോൽപ്പിക്കാനായിട്ട് പുതിയ പാനലുണ്ടാക്കി മത്സരിക്കുക പോലും ചെയ്തത്. ഇയാളെ ഈ ഈഴവർ എന്തിനാണ് ഇയാളെ ഇനി വെച്ചോണ്ടിരിക്കുന്നത്? ഇത് ഒറ്റ കാരണം മതി. ഇയാളിവിടെ കലാപമുണ്ടാക്കും. ഇയാൾ കലാപമുണ്ടാക്കുന്നതിന് യാതൊരു സംശയമില്ല. ഇയാൾ മനുസ്മൃതിയുടെ ആളാണ്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വന്ന് പറയുമോ? ഇയാൾ കാണിക്കുന്ന ഏറ്റവും വലിയ കൊള്ളയല്ലേ. ഇപ്പോൾ എസ് എൻ കോളേജ് കൊല്ലത്ത് ഒരു സീറ്റ് ഒഴിവുണ്ട്. അവിടെ ചെന്ന് ചോദിച്ചു നോക്ക്, 50 ലക്ഷം കൊടുക്കണം. ഇയാൾ വാങ്ങിച്ചോണ്ടിരിക്കുക പൈസ. അത് എല്ലാം അൺഅക്കൗണ്ടഡാണ്. ലോകത്ത് എവിടെ നടക്കും ഇങ്ങനെ ഖജനാവിന്ന് പൈസ കൊടുക്കും? നമ്മളെ ടാക്സ് പേയേഴ്സിൻ്റെ പൈസ ആണ് ശമ്പളമായിട്ട് കൊടുക്കുന്ന മൊത്തവും ഇല്ലേ. എന്നിട്ട് എടുക്കുന്നതല്ല മാനേജ്മെൻറ്റ്. PSC ടെസ്റ്റ് എഴുതണ്ട, ഒന്നും എഴുതണ്ട. ഇതെവിടെ നിനക്ക് ഈ കൊള്ള? എവിടെ നിനക്കും പറ? എന്തിനാ അങ്ങനെ കൊള്ള നടത്തുന്ന ഒരാൾ വന്നിരുന്നുകൊണ്ട് പറയുകയാണ് ഞങ്ങൾക്ക് അവിടെ ഒരു എയ്ഡഡ് സ്കൂൾ തന്നില്ല, മറ്റാണ് പോയി പിണറായി വിജയൻ്റെ കാലിൽ പോയി വീട് തരുക അയാൾ. അങ്ങേർക്ക് വേണ്ടിയല്ലേ ഇപ്പം നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഏത് രീതിയിലായാലും ഇപ്പം ശ്രീനാരായണ ഗുരുവിനോട് സ്നേഹമുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദൈവത്തെ പോലെ കാണുന്ന ഈഴവരോട് ഞാൻ പറയുകയാണ്, ഞാനൊരു മുസൽമാനാണ്, ഞാൻ പറയുകയാണ്, ഇദ്ദേഹം ഒരു നിമിഷം പോലും ഇദ്ദേഹത്തെ അവിടെ വെക്കരുത്. എല്ലാവരും വന്നെന്ന് പറയുന്നു ഇയാൾ കാപാലനാണ്. കാപാലൻ എന്ന് വെച്ചാൽ ഇയാൾ കലഹം ഉണ്ടാക്കും ഈ ഭൂമിയിൽ. സമുദായങ്ങൾ തമ്മിൽ അടുപ്പിക്കും. ന്യൂനപക്ഷങ്ങൾ ന്യൂനപക്ഷം ഭൂരിപക്ഷം. ഇവിടെ ക്രൈറ്റീരിയ ഇല്ലേ. അയാൾ നടത്തുന്ന ഏറ്റവും വലിയ കൊള്ളക്ക് അയാൾ മറുപടി ഉണ്ടാകും. ഈ MESൻ്റെ ഗഫൂറൊക്കെ ഇതിന് മറുപടി പറയണമെന്ന്. സമുദായ സ്പർദ്ധ ഉണ്ടാക്കിയതിലല്ല, ഈ MESൻ്റെ സ്കൂളുകളിൽ ഈ കൊള്ള നടത്തുന്നതിന് അവരും മേടിക്കുന്നില്ലേ പൈസ? കോഴയല്ലേ മേടിക്കുന്നത്? കോഴ എന്തെങ്കിലും ഒരു ടെസ്റ്റ് അവർ എഴുതിക്കുന്നു. ഞങ്ങൾ പറഞ്ഞാൽ ഞാൻ കേസിന് പോയതാണ് ഹൈക്കോടതിയിൽ. ഈ കൊള്ള നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് പോയപ്പോൾ ആ കേസിനെ ഇവർ അട്ടിമറിച്ച് പിണറായി സർക്കാർ PSCക്ക് വിടണമെന്ന് പറഞ്ഞുകൊണ്ട്. ഇത് നമ്മൾ പൈസ, ടാക്സ് പേസിൻ്റെ കാശ്, ശമ്പളം കൊടുക്കുന്ന, ഒരു ടെസ്റ്റ് എഴുതണ്ട, ഒന്നും എഴുതണ്ട. ഭാവിയിൽ പിള്ളേരെ വാർത്തെടുക്കുന്ന സ്ഥലം സ്കൂളിൽ ഒന്നും എഴുതണ്ട. SSLCക്ക് 3 റാങ്ക് തോറ്റാണ് TTC എന്തെല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിൽ കാശ് കൊടുത്താൽ കയറുക. 2 തരം പൗരന്മാരെ സൃഷ്ടിച്ചിരിക്കുകയല്ലേ. പൈസ എല്ലാത്തിനും വെളിയിൽ നിൽക്കുക. എന്തൊരു ഇതായത്. അതുകൊണ്ട് അടുത്ത UDF സർക്കാർ വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു അറുതി വരുത്തണം. യാതൊരു സംശയമില്ല. തുമ്മിയെ തെറിക്കുന്ന മൂക്കാണെ പോട്ടെന്ന് വെക്കണമെന്ന് കോൺഗ്രസ്. ഈ കൊള്ളയ്ക്ക് കൂട്ട് നിൽക്കരുത്. കൊള്ളയ്ക്ക് കൂട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഇതേപോലെ അവതം പതിക്കും. ഇത് ഏറ്റവും വലിയ കൊള്ള നടക്കാൻ 75 വർഷം കൊണ്ട് നടക്കുന്ന കൊള്ള അല്ലേ. അപ്പോൾ ആ കൊള്ളയ്ക്കൊരു അറുതി വരുത്തണ്ടേ? ഒരു 50-50 ആയിട്ടെങ്കിലും പോകണ്ടേ? ഇതെന്തോ ഇത്? അത്രയും കൊള്ള നടത്തുന്ന ആൾ വന്നുകൊണ്ട് പറയാം ഏറ്റവും വലിയ മലപ്പുറത്ത് കോപ്പുണ്ടാക്കുന്നത്. നാക്ക് പിഴുതെടുക്കണം സത്യത്തിൽ ഈ ഈഴവർ. ഇനി ഒരു നിമിഷം അയാൾ കള്ള് കച്ചവടം ചെയ്ത് കാശുണ്ടാക്കുന്ന ആളല്ലേ. കള്ള് കച്ചവടം ചെയ്യാനാണോ ഗുരു നമ്മളെ ഇവരെ പഠിപ്പിച്ചത് ഇല്ലേ? തുടരുതെന്നാണ് പറഞ്ഞത്. എന്നിട്ട് അങ്ങനെ കള്ള് കച്ചവടത്തിൽ എന്നിട്ട് അങ്ങനെ ഈ കോഴ വാങ്ങിച്ച് ഇത്രയും കാശുണ്ടാക്കി ഈ കോഴയാണെന്ന് തെളിഞ്ഞ് മൈക്രോ ഫൈനാൻസിൽ അയാൾ പ്രതിയായി വേറൊരാൾ തൂങ്ങി മരിച്ചാൽ അയാൾ എഴുതി വെച്ച് ഇയാളാണ് അതിൻ്റെ കാരണക്കാരനെന്ന് അങ്ങനെ എത്രയോ കേസുകൾ ഇയാളുടെ പേരിലുണ്ട്. അപ്പം ഗോപാലിനൊക്കെ ഇപ്പം എയ്ഡിലൊക്കെ പെട്ടിടുന്നു. പക്ഷേ അത് ബിസിനസ് പരമായ കാര്യങ്ങളാണ്. പക്ഷേ ഈ സമുദായത്തെ ഇതായിട്ട് ഇയാൾക്കെതിരെ കൊണ്ടുവന്ന് ഇലക്ഷൻ ജയിപ്പിക്കണം. ഇപ്പം കോടതിയെല്ലാം ഇയാൾക്കെതിരായിട്ടാണ് നിൽക്കുന്നത്. ടിൻ കേസിലായാലും പിന്നെ 200 പേരെ വെച്ച് ഒരാൾക്ക് വന്ന് വോട്ട് ചെയ്യണം. അതെല്ലാം എടുത്ത് കോടതി കളഞ്ഞു. അതുകൊണ്ട് കുറച്ച് കൺഡ്യൂസീവാണ് ഈ ഗുരുവിനെ സ്നേഹിക്കുന്ന ഈഴവർക്ക് എന്ന് ഞാൻ പറയും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഗൗരവമായിട്ട് എടുക്കണം. ഇത് ഈ നാടിന് ആപത്താണെങ്കിൽ യാതൊരു സംശയമില്ല. ഇങ്ങനെ തൊഗാടിയൊക്കെ വന്നെന്ന് പ്രസംഗിച്ചിട്ടുള്ള ഇങ്ങനെ ഇത് അത് അപകടമാണ്. എന്നിട്ട് ഇപ്പം പറയാം അങ്ങനെയല്ല, മുസ്ലിങ്ങൾ എനിക്കിഷ്ടമാണ്. നാണമുണ്ട് ഞങ്ങൾക്ക് പറയാം മുസ്ലിങ്ങളെ ഇഷ്ടമാണ്. മുസ്ലിം ക്രിസ്ത്യാനിയൊന്നുള്ള അല്ല, അങ്ങനെ സംസാരിക്കാനുള്ള ഇടമല്ല ഈ കേരളം. സ്പർദ്ധ ഉണ്ടാക്കുന്ന സ്ഥലമല്ല കേരളം. അതുകൊണ്ട് അദ്ദേഹത്തെ ഒരു നിമിഷം പോലും ആ സ്ഥാനത്ത് ഇരുത്തരുത്. എന്ത് മാർഗം ഉപയോഗിച്ച് ആരാന്നറിയത്തില്ല. മുഖ്യമന്ത്രി ഉടൻ ഇടപെട്ട് അയാൾ നവോത്ഥാനത്തിൻ്റെ എന്തോ ഒരു ചെയർമാൻ, അയാൾ ആദ്യം അതിൽ നിന്ന് മാറ്റണം. മാറ്റിയിട്ട് അയാളുടെ പേര് കേസെടുക്കണം.
For hate speech, you can take a case. It's a crime. ഓക്കെ, എനിക്കിത്രേ പറയാനുള്ളൂ ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ. നിങ്ങൾ ഈ 14 യുവജനക്ഷേമകാര്യ സമിതി റിപ്പോർട്ട് എടുത്ത് വെച്ച് വായി, അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇയാൾ നടത്തുന്ന ഈ MES ഗഫൂറും ബാക്കിയുള്ളവരും നടത്തുന്ന കൊള്ളയെപ്പറ്റി. കൊള്ളയാണ് നടക്കുന്നത്. ഒരാളെ എടുത്തിട്ടില്ല, ചിലടത്ത് ഒരാളെ പോലും എടുത്തിട്ടില്ല. അഥവാ ജോലി കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്യൂണായിട്ടാണ് ജോലി കൊടുത്തിട്ട് ഈ ദളിതർക്ക്, SC ST വിഭാഗത്തിന്. അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല.